ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ? എല്ലാ വെജിറ്റബിൾസും ഇല്ല, ഉള്ള വെജിറ്റബിൾസ് വീട്ടിൽ എന്തൊക്കെയുണ്ടോ ഉള്ളത് വെച്ചിരുന്നോ സാമ്പാർ ഉണ്ടാക്കിയാലോ ഒഴിക്കാൻ ഇന്ന്? ഇതിലിപ്പോൾ ക്യാരറ്റ് ഉണ്ട്, കത്തിരിക്കയുണ്ട്, ചേമ്പുണ്ട്, തക്കാളിയുണ്ട്, ഉള്ളിയുണ്ട്. പിന്നെ എനിക്ക് പടവലങ്ങിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സുക്കിനി എടുത്തിട്ടുണ്ട്. തൽക്കാലം അതിട്ട് നമുക്ക് ഒരു സാമ്പാർ ഒപ്പിക്കാം. വെണ്ടയ്ക്ക ഇല്ലാതെ പോയി, പക്ഷേ കുഴപ്പമില്ല കേട്ടോ. വെണ്ടയ്ക്ക ഇല്ലെങ്കിലും വലിയ ടേസ്റ്റ്. എനിക്ക് വെണ്ടയ്ക്ക ഇല്ലാതെ സാമ്പാർ വയ്ക്കുന്നത് ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വെണ്ടയ്ക്ക ഇല്ലെങ്കിലും വെച്ച് നോക്കി വലിയ തെറ്റില്ല, നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അരിയാം. എല്ലാം നമുക്ക് ക്യൂബ് സൈസ് സാമ്പാറിന് എല്ലാവർക്കും അറിയുന്നത് അറിയാമല്ലോ. ചേമ്പൊക്കെ ഒന്ന് കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചേമ്പ് ഇഷ്ടമുള്ളവർക്ക് ചേമ്പിടാം. ഇവിടെ ഞങ്ങൾക്ക് ചേമ്പ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ചേമ്പ് ഇടും. എല്ലാ സാമ്പാറിലും ചേമ്പ് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ചേമ്പിടും. കത്തിരിക്ക മുറിക്കും. അതും വലുതായിട്ടിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെറുതായിട്ട് ചെറുതാക്കും. ഈ പരുവത്തിലെല്ലാം മുറിച്ചെടുക്കണേ. ക്യാരറ്റ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാനിങ്ങനെ ഇടും, നീളത്തിൽ ഇടും. പക്ഷെ നമുക്കിപ്പോൾ ഇത് മതി. ഉള്ളി, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇടുക. ചീമുള്ളി, സവാള ആണെങ്കിൽ സവാള. ഒരു ഉള്ളി മതിയാകും കേട്ടോ. ഒരു ഉള്ളിയാൽ മതിയാകും. ചിലർ ഉള്ളിയൊന്നും ഇടത്തില്ല. ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവർ ഉള്ളി ഇടാതെ തമിഴരും ഉള്ളി ഇടും. പക്ഷെ വടക്കോട്ട് ഉള്ളി അവർക്ക് സാമ്പാറിൽ ചേർക്കത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഉള്ളി ഇട്ടാലേ അതിൻ്റെ ടേസ്റ്റ് വരും. ഇത് സുക്കിനി. ഇതൊന്നും വലിയ ടേസ്റ്റൊന്നുമില്ല. ടേസ്റ്റ് കേടുമില്ല, ടേസ്റ്റും ഇല്ലാത്ത ഒരു വെജിറ്റബിളാണ്. പക്ഷേ നമുക്ക് വലിയ കുഴപ്പമില്ല. ഒരു പച്ചക്കറിയായിട്ട് അങ്ങ് കിടക്കും. പക്ഷേ അത് ബേക്ക് ചെയ്യാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബേക്ക് ചെയ്ത് കഴിക്കാനും ഒക്കെ നല്ലതാണ്. ഇതിനെടുത്ത് കളയാനൊന്നുമില്ല കേട്ടോ. കുരു ഒന്നും എടുത്ത് കളയാൻ നല്ല പിഞ്ച് തന്നെ. ചെറുതായിട്ട് വേണമെങ്കിലും അരിയാം. ഞാനിപ്പോൾ രണ്ടായിട്ട് മുറിച്ചിട്ട് അരിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി തക്കാളിയും കൂടെ ഉള്ളൂ. തക്കാളി ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിക്കണം കേട്ടോ. അത് വെന്നങ്ങ് സ്മാഷായി പോകുന്നതുകൊണ്ട് അത് മതി. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് റെഡിയായി. അപ്പോൾ അത് അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ്. അതിന് സമത്തിന് വെജിറ്റബിൾസിന് സമാസമം ഇച്ചിരി കൂടുതലോ വെള്ളം നമുക്ക് വെച്ച് അത് വെജിറ്റബിൾസൊക്കെ ഒന്ന് തിളക്കട്ടെ. തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് റെഡിയാക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ആയി. ഇനി വേണമെങ്കിൽ അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തെ ഇളക്കി. അപ്പോൾ സാമ്പാറിന് വേണ്ട പരിപ്പ് നമ്മൾ വേവിച്ച് കായവും കൂടെ ഇട്ട് വേവിച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇത്രയും പരിപ്പിന് വേണ്ടി അതിൻ്റെ പകുതി മതി. ഒരു കപ്പ് പരിപ്പ് ഇതുണ്ട്, 1/2 കപ്പ് മതി.
ബാക്കി പരിപ്പ് ദാലിന് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പകുതി എടുത്ത് മാറ്റി പകുതി നമുക്ക് മാറ്റാം. പകുതി മതിയാകും. വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓൾമോസ്റ്റ് പകുതിയായില്ലേ. അപ്പോൾ അതെടുക്കാം നമുക്ക്. അപ്പോൾ അത് പരിപ്പ് എടുത്ത് മാറ്റി വെച്ചു. നമുക്കിനി ഇതും വെജിറ്റബിൾസിനോട് ആഡ് ചെയ്യണം. പിന്നെ വേണ്ട സാധനങ്ങൾ, പുളി ഞാൻ കുറച്ചത് ഇത്രയും പുളി ഒരു ചെറിയ നാരങ്ങയുടെ പരുവത്തിന് പുളി എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് നമുക്കത് ഇതാക്കണം. പിന്നെ പ്രധാനപ്പെട്ട സാധനം ബ്രാഹ്മിൻ സാമ്പാറാണ്, സാമ്പാർ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്കത് ഞാൻ കാണിച്ചു തരാം എത്രയാണ് ഞാനിത്. ഒരു അര കപ്പ് പരിപ്പിനുള്ള സാമ്പാറിന്, അതായത് ഒരു 10-20-25 പേർക്കുള്ള സാമ്പാറാവും വരും കേട്ടോ ഇത്. അതിന് എത്ര ചേർക്കുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് സാമ്പാറിൽ പരിപ്പ് ചേർക്കാം. പരിപ്പ് ചേർക്കാനായിട്ട് അത് അതിനായി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് തേച്ച് ഒരുപാട് വേഗം നിൽക്കണ്ട. ഇപ്പോഴേ തന്നെ സാമ്പാറിൽ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ചേർത്ത് കൊടുക്കുന്നതിലും ഒരു തെറ്റുമില്ല. ഞാൻ ആദ്യമേ ചേർക്കാൻ മറന്നു പോയതുകൊണ്ടാണ് ചേർക്കാത്ത. ഇപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. നമുക്ക് പരിപ്പ് ആദ്യം ചേർത്താൽ അത് തിളച്ച് തൂങ്ങിപ്പോവും. ഇപ്പോൾ ചേർത്താലേ കുഴപ്പമില്ല. തുറന്ന് നമ്മൾ അടുത്ത് നിൽക്കുന്നുണ്ട്, അത് തിളച്ച് തീർത്തില്ലല്ലോ, അടച്ചു വയ്ക്കുന്നില്ല ഇപ്പം. ഓക്കെ, ഒന്ന് തിളക്കട്ടെ. ഇളക്കി കൊടുക്കണം. പരിപ്പും അതും കൂടെ ഇനി നമുക്ക് ഈ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഓക്കെ, പുളി നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന്, ഇതിൽ കുരു അങ്ങ് എടുത്ത് കളഞ്ഞാൽ അതുകൂടെ അങ്ങ് ചേർത്താലും വലിയ തെറ്റൊന്നുമില്ല കേട്ടോ. കുരു ഇല്ലാത്ത നല്ല പുളിയാണ് ഇത്. നല്ല വെറ്റായിട്ടുള്ള പുളിയാണ് പുളിയാണ് ഞാൻ. ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ഒന്ന് ചൂട് വെള്ളത്തിലിട്ടിട്ട് വേണം. മൈക്രോവേവിൽ ഒരു 10 സെക്കൻഡ് ചൂടാക്കിയിട്ട് ഒന്ന് ഇതേപോലെ അലിത്തെടുത്താൽ മതി. ഇതിലും കുരുണ്ട്, എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ടത് വെള്ളത്തിൽ അലിച്ചെടുക്കുക. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം, പുളി ചേർക്കാം. സാമ്പാറിന് പൊടി ബ്രാഹ്മിൻസിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇതൊരു 8 സ്പൂണോളം പൊടിയുണ്ട് കേട്ടോ. 8 സ്പൂൺ ടേബിൾ സ്പൂണിൻ്റെ 8 എണ്ണമെങ്കിലും വേണം, എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ. പലരും അതിനാണ് പോകുന്നത്. ഇതാണ് സ്പൂൺ. ഈ പരുവത്തിന് ഇതാണ് സ്പൂൺ. ഇതിന് 8 സ്പൂണോളം ചേർക്കുക, എന്നാലേ ടേസ്റ്റ് വരുള്ളൂ. പലരും 1-2 സ്പൂൺ ചേർത്ത് അതങ്ങനെ, അപ്പോൾ ആ സാമ്പാറിന് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അത്രയും വേണം. ഇത്രയും സാമ്പാറുണ്ടല്ലോ. ചിലർക്ക് സാമ്പാർ പൊടി ഇല്ലാതെ അതായിരിക്കും ഇഷ്ടം. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കും. ഓക്കെ, നമുക്കത് പുളി പിഴിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അതോടെ അങ്ങ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ മുഴുവനോടെ ചേർത്തു കേട്ടോ. മുഴുവനോടെ ചേർത്തു. ഇപ്പോൾ പുളിയായി. ഇനി നമുക്ക് വേണ്ടത് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന്. ഉപ്പ് വേണം കേട്ടോ, ആവശ്യത്തിന് ഉപ്പിടണം. സാമ്പാറിനില്ലെങ്കിൽ ചോറിലൊഴിക്കുമ്പോൾ ഉപ്പില്ലെങ്കിൽ ടേസ്റ്റ് കാണത്തില്ല. ഒന്ന് മുന്നിൽ നിൽക്കണം ഉപ്പ്. അതെ, കൊഴുപ്പൊന്നും കുറവ് പോലെ തോന്നുന്നു. എനിക്കിതിനേക്കാളും കൊഴുപ്പ് വേണം. പക്ഷെ അത് ഇരിക്കുമ്പോൾ കൊഴുപ്പ് വരും. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സാമ്പാറിൻ്റെ റെസിപ്പി. എൻ്റെ സാമ്പാറിൻ്റെ റെസിപ്പി ഇതാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ.
ഉണ്ട്, കായുണ്ട്, പുളിയുണ്ട്, ഉപ്പൊക്കെ ഉണ്ട്, ആവശ്യത്തിന് പൊടിയും ഉണ്ട് കേട്ടോ. ഇനി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് കടുക് വറുത്തങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്കിനി കടുക് വറുക്കാം. നമുക്ക് ഈ സമയത്ത് കുറച്ച് മല്ലിയില ഞാൻ പുറത്ത് പോയി പറിച്ചുകൊണ്ട് വന്നത്. മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക, ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് തിളക്കട്ടെ. നമുക്ക് കടുക് വറുക്കാനായിട്ട് പാത്രം വച്ചിട്ടുണ്ട്. ഇത് തിളയ്ക്കുമ്പോഴത്തേക്കും കടുക് വറുക്കും, നമ്മുടെ സാമ്പാർ റെഡിയാകും. നമുക്ക് ചോറ് അപ്പോഴത്തേക്ക് കഴിക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുകിടാം. കടുകും മുളക്, പിന്നെ പ്രധാനം സാമ്പാറിന് വേണ്ട സാധനമാണ് ഉലുവയും കൂടെ ഇടണം. ഉലുവയും കൂടെ ഇട്ടൊന്ന് പൊട്ടിച്ച് അത് പൊട്ടിച്ച് ഓക്കെ. ഇത്രയേ ഉള്ളൂ. നമുക്ക് സാമ്പാറിന് ഇനി ഇത് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് എടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് വേണം പൊട്ടിച്ചൊറിച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ കടുക് വറുത്ത് നമുക്കത് കടുക് വറുത്ത് സാമ്പാറിലിട്ടങ്ങ് കിട്ടും. അപ്പോൾ അങ്ങനെ കടുക് വറുത്തൊഴിച്ചു, കടുക് വറുത്ത് സാമ്പാറിലിട്ട് ഇട്ടു. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി അടച്ച് വെച്ച് കൊടുക്കുക. ചോറുണ്ണാൻ നേരത്ത് നമുക്ക് ലഞ്ചിൻ്റെ ടൈമിൽ കാണാം. എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുക. ഈ റെസിപ്പി നല്ല സാമ്പാറാണ്, നന്നായിട്ട് കിട്ടും. വളരെ ഈസിയാണ് സാമ്പാർ ഉണ്ടാക്കാൻ. അത്ര പാടുള്ള കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലഞ്ചിൻ്റെ ടൈമിൽ കാണാം.